പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തു. ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് എഡിറ്റിങ്ങും മറ്റു സംശയങ്ങളൊക്കെ അത് എന്താണെന്ന് അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ എഡിറ്റിംഗ് ചെയ്യാമെന്നുള്ളത്, എഡിറ്റിംഗ് എങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഓരോരുത്തരുടെ പേഴ്സണൽ വിവരങ്ങളാണ്. അത് നിങ്ങളാണ് ചേഞ്ച് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞ് തരികയാണ് ചെയ്യുന്നത്. അതുപോലെ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഒന്ന് നോക്കാവുന്നതാണ്. ഇവിടെ FIUGP എന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത്, പല വിദ്യാർത്ഥികളും ക്യാപ് ഐ ഡി സെക്യൂരിറ്റി കീ എവിടുന്നാ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ക്യാപ് ഐ ഡി നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജിലോ മെയിലിലോ വന്നിട്ടുണ്ടാവും, അത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ലോഗിൻ ചെയ്യാം. അതിൽ തന്നെ പറയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഗ്രി അഡ്മിഷൻ്റെ ഒക്കെ എല്ലാ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് കാര്യങ്ങളിലേക്ക് പോയി നോക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരാളുടെ ക്യാപ് ഐ ഡി സെക്യൂരിറ്റി കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ വിദ്യാർത്ഥിക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യൽ. അവിടെ ഈ അലോട്ട്മെന്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിദ്യാർത്ഥിക്ക് ലഭിച്ചത് MMO കോളേജിൽ BA അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് കോഴ്സിനാണ്. നല്ല മാർക്കുള്ള വിദ്യാർത്ഥിയാണ്. ഓക്കെ, എയ്ഡഡ് കോളേജാണ്, അവിടെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വീണ്ടും ഹോമിലേക്ക് പോകുന്നു. ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പ്രിൻ്റ് ഔട്ട്, ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനാണ്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അടച്ച ചെലാൻ്റെ റെസിപ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കും. മാൻഡേറ്ററി ഫീ അടച്ചിട്ടുള്ള ചെലാൻ റെസിപ്റ്റ്. ഓക്കെ, മാൻഡേറ്ററി അതൊന്നും ഇപ്പോൾ നോക്കണ്ട. പ്രിൻ്റ് ഔട്ട് ഇവിടുന്ന് നമുക്ക് കിട്ടും. നമ്മൾ അപേക്ഷിച്ചതിന് പ്രിൻ്റ് ഔട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. ഇനി അഡ്മിഷൻ, അത് ഇപ്പോഴുള്ള ഓപ്ഷൻ അല്ല. ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമാണ്. കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റും കമ്മ്യൂണിറ്റി സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ളതാണ്. മാൻഡേറ്ററി ഫീ അതിപ്പോൾ ഉള്ളതല്ല, അത് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം വരേണ്ട ഒന്നാണ്. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളിവിടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു, അത് ഓപ്പൺ ആയിട്ട് വരുന്നില്ല. അത് എന്ന് പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ളതാണ് ഈ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ്. അതൊന്നും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അപ്ലൈ ചെയ്ത കോളേജുകളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റോ നിങ്ങൾക്ക് ഇനി നിങ്ങൾ കൊടുത്ത കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് ഒന്നും ലഭ്യമാകില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് എഡിറ്റ് ആൻഡ് അൺലോക്ക് ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് പ്രസ് റിലീസും നിർദ്ദേശം വായിച്ചതിന് ശേഷം സെക്യൂരിറ്റി കീ നൽകി സബ്മിറ്റ് ബട്ടൺ അമർത്തി ആപ്ലിക്കേഷൻ അൺലോക്ക് എഡിറ്റ് ചെയ്യുക. തിരുത്തലുകൾ ഉൾപ്പെടുത്തുക രേഖപ്പെടുത്തിയതിനു ശേഷം അന്തിമ സമർപ്പണം നടത്താനോ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായി എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അതവിടെ കാണിച്ചിട്ടുണ്ടോ, അതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൊടുത്ത കോളേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാം. നിങ്ങൾ കൊടുത്ത കോളേജിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം. ഈ രീതിയിലുള്ള എല്ലാ എഡിറ്റിങ്ങും ചെയ്യാം. ഇത് മറ്റൊരു വിദ്യാർത്ഥിൻ്റെതായതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യാത്തത്. ഞാൻ എഡിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വളരെ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ടാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും, ഫൈനൽ സേവ് ചെയ്യണം. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഫൈനൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് കട്ട് ചെയ്യും. സ്ക്രീൻ മൊബൈലൊക്കെ കൊണ്ട് ഓഫ് ആക്കിയാണ് പോകും. ഫൈനൽ സേവ് ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അതിന് ഫൈനൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു PDF ലഭിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് ലഭിക്കും. ഡൗൺലോഡ് പ്രിന്റ് ഔട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങളുടെ പുതിയ പ്രിന്റ് ഔട്ട് ലഭിക്കുന്നു. ചില വിദ്യാർത്ഥികളൊക്കെ അത് മാറുന്നില്ല എന്നൊന്നും അതൊന്നും നോക്കണ്ട. നമ്മൾ ഫൈനൽ സേവ് ചെയ്യുക, അതിന് കിട്ടുന്ന പ്രിന്റ് ഔട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. അല്ലാതെ എഡിറ്റ് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കൊടുത്തതിലുള്ള എല്ലാ തെറ്റും നിങ്ങൾ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പ്രിന്റ് ഔട്ടിൽ ആദ്യം എന്ത് ചെയ്യുക, ഡൗൺലോഡ് പ്രിന്റ് ഔട്ട് എടുക്കുക. ആ ഒരു PDF ലഭ്യമാകും. ആ PDF എന്ത് ചെയ്യുക, നോക്കുക, ഇതിൽ എന്തെങ്കിലും മാറ്റാനുണ്ടോ, ആ മാറ്റാനുള്ളതൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് അൺലോക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്താണോ എഡിറ്റ് ചെയ്യാനുള്ളത് അത് നോക്കുക, ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എനിക്ക് ദർ ഈസ് നോ അലോട്ട്മെന്റ് എന്നാണ്. നോ അലോട്ട്മെന്റ് ആണെങ്കിൽ അലോട്ട്മെന്റ് ഇല്ല എന്നുള്ള അർത്ഥം. ഇനി മറ്റൊരു സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ
ഇത് ഈ കോളേജിനെ കിട്ടുമോ അല്ലെങ്കിൽ പുതിയ കോളേജ് കിട്ടുമോ, ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടണം എന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇപ്പൊ ട്രയലിന് കിട്ടിയതുപോലെ നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടും. എന്തുകൊണ്ടാണ് ട്രയലിൽ കിട്ടിയിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കോളേജിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കോളേജിലേക്ക് ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെക്കാട്ടി മാർക്കുള്ള കുറെ കുട്ടികളെ അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഓപ്ഷൻ അവിടെ കട്ടാവും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ട്രയലുമായി കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ട്രയലിൽ കിട്ടാത്ത പല വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അവർ എഡിറ്റ് ചെയ്ത് പുതിയ കോളേജൊക്കെ ആഡ് ചെയ്തപ്പോൾ ട്രയലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന 22-ാം തീയതി പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.